Hi guys, welcome to Reflections Car Care. This is Anson Matthews. ഇന്ന് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഒരു 2021 ഹോണ്ട സിറ്റി കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് അല്ല, ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഹൈ ബീം വന്നിട്ട് റിഫ്ലക്ടർ ലാമ്പും ലോ ബീം വന്നിട്ട് പ്രൊജക്ടർ ലാമ്പുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഹാലജൻ ബൾബാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് എൻഡ് ഫുള്ള് LED ലൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു അപ്ഗ്രേഡാണ് ചെയ്യാനുള്ള, വെളിച്ചം വളരെ കുറവാണ്. അപ്പോൾ അതിന് ഒരു HID LED കോമ്പിനേഷൻ അപ്ഗ്രേഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുക, എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോണ്ട സിറ്റി, ഓൾ ന്യൂ ഹോണ്ട സിറ്റി 2021. ഈ ഹെഡ്ലൈറ്റാണ് നമുക്കിന്നിവിടെ മോഡിഫൈ ചെയ്യാനുള്ളത്. ഇതിൻ്റെ ലോ ബീം പ്രൊജക്ടറും ഹൈ ബീം റിഫ്ലക്ടർ ലാമ്പുമാണ് വരുന്നത്. ഇതിൽ തന്നെ കമ്പനി ഒരു ഫാക്ടറി ഫിറ്റഡ് DRL ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഓണാക്കി നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ അകത്ത് ഒരു ബിൽറ്റിൻ ആയിട്ടുള്ള DRL കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റിൽ തന്നെ ടോപ്പ് എൻഡിലായിട്ട് ഒരു LED DRL വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ഗ്രേഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അകത്ത് നിലവിലുള്ള ബൾബിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ലോ ബീമിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. ലോ ബീം പ്രൊജക്ടറാണ് വിത്ത് ഹാലജൻ ബൾബ്സാണ് ഇതിൻ്റെ അകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിലവിലുള്ള പെർഫോമൻസ് എന്താണെന്നാണ് നമുക്ക് ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ലെക്സ് മീറ്റർ ഉപയോഗിച്ചിട്ട് അതൊന്ന് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് അറൗണ്ട് 450 ലെക്സസ് ആണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റിൽ കിട്ടുന്നത് 450 ലെക്സസും, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലൈറ്റിന് കിട്ടുന്നത് 550 ലെക്സസും ആണ്. ഹെഡ്ലൈറ്റ് തമ്മിലുള്ള വേരിയേഷനാണ്. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈ ബീമിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. ഹൈ ബീമിലും റിഫ്ലക്ടർ ലാമ്പിൽ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയും ഒന്ന് നമുക്ക് ഈ മീറ്ററിൽ തന്നെ ഉപയോഗിച്ചിട്ടൊന്ന് അളന്നു നോക്കാം. അപ്പോൾ ഹൈ ബീമിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ലൈറ്റിൽ കിട്ടുന്നത് 1400 ലെക്സസ് ആണ് ലെക്സ് മീറ്ററിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡ് ഹെഡ് ലൈറ്റിൽ കിട്ടുന്നത് 1700 ലെക്സസുമാണ്. അപ്പോൾ അതിലും വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഗ്രേഡിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലോ ബീമിൽ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് ഒരു 55 വാട്ട് HID വിത്ത് 4300 കെൽവിൻ HID ബൾബാണ് ലോ ബീമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതിൽ കാണിക്കുന്നൊരു 2300 ലെക്സസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ആദ്യമേ നമുക്കുണ്ടായിരുന്നു 450 ലെക്സസ് ആണ്. 450 ലെക്സസിൽ നിന്ന് 2300 ലെക്സസിലേക്കാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ലൈറ്റ് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. റൈറ്റ് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2600 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആദ്യമേ ഇത് 1400 ലെക്സസ് ആയിരുന്നു. ഇപ്പോൾ അത് 2600 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയി. നെക്സ്റ്റ് ഇതിൻ്റെ ഹൈ ബീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു LED ആണ് ഇട്ടിരിക്കുന്നത്. 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ഒരു LED ആണ് ഇട്ടിരിക്കുന്നത്. അതിനെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 5200 റേഞ്ചിലേക്കാണ് ലൈറ്റ് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ്. 1700 നിന്ന് 5000 ലെക്സസിലേക്ക് ഹൈ ബീമിലെ ലൈറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ്. ഈ ഒരു രീതിയിലുള്ള ചേഞ്ചാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം മെഷർമെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ചേഞ്ചസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു വാളിൽ നമ്മൾ അടിച്ച് നോക്കുമ്പോൾ കാണുന്ന ചേഞ്ചസ് ആണ്. നമുക്കത് റോഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വാഹനം എടുത്തിട്ട് ഒന്ന് റോഡിലൂടെ പോവുകയാണ്. ഇവിടെ അത്യാവശ്യം ഒരു വലിയ മഴയും കാറ്റൊക്കെ കഴിഞ്ഞിട്ട് റോഡൊക്കെ ചെറുതായിട്ട് നനഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ വെറ്റ് റോഡിലുള്ള പെർഫോമൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ലോ ബീമും ഹൈ ബീമും. ഇപ്പോൾ കാണിക്കുന്നത് ഒരു ഹൈ ബീമാണ്. വളരെ ചേഞ്ചാണ്. കസ്റ്റമർ എൻ്റെ കൂടെ തന്നെയുണ്ട്. ആൾ ഡ്രൈവ് ചെയ്യുന്ന അദ്ദേഹമാണ്. വളരെ ഹാപ്പിയാണ് എൻ്റെ പെർഫോമൻസിൽ. വളരെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നതിനും വളരെ ചേഞ്ച് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇത് അതിൻ്റെ ലോ ബീം പെർഫോമൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാം. ഈവൻ റോഡ് നനഞ്ഞാണ്, വെറ്റ് റോഡാണെങ്കിൽ പോലും നമുക്ക് ആ വാം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാം. ഭംഗിയായിട്ട് നമുക്ക് വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് പ്രൊജക്ടറിൻ്റെ പോലെ ഒരു കറക്റ്റ് ഷാർപ്പ് കട്ട് ഓഫ് ഒന്നും കിട്ടുന്നില്ല. എന്നാലും അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ചെറിയ രീതിയിൽ പൊങ്ങി നിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡ് പൊങ്ങിയും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് താഴ്ന്നാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കാണാം. വീഡിയോയിൽ തന്നെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ഒരെണ്ണത്തിൻ്റെ ഹൈ ബീമിലാണെങ്കിൽ പോലും വളരെ ത്രോ ഉള്ള ഒരു ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പല സ്ഥലത്തും നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. മിക്കവാറും ഓപ്പോസിറ്റ് ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വണ്ടിയെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഹൈ ബീം ഉപയോഗിക്കാൻ ഒരു പെർമിറ്റഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ടൈമിൽ മാത്രമേ നമുക്ക് ഹൈ ബീം ഇട്ട് ഓടിക്കാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും ഒരു അവസരം കിട്ടുമ്പോഴെല്ലാം ഒരു ഹൈ ബീം ഇട്ട് നമ്മളതിൻ്റെ പെർഫോമൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നല്ല ട്രാഫിക്കുള്ള സമയമാണ്. നമ്മൾ പോകുന്ന റൂട്ടിൽ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ട്രാഫിക്കുണ്ട്. ഇപ്പോൾ അതാ നമുക്ക് കാണാം, നമ്മുടെ ഹൈ ബീമിൻ്റെ ത്രോ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ റീച്ചുള്ള ഒരു ഹൈ ബീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കാറിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്നത് ഫുൾ LED ഹെഡ്ലൈറ്റാണ്. ഒരു അറേ ഓഫ് LED കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റാണ് ഇതിൻ്റെ ടോപ്പ് എൻഡിൽ വരണത്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരം കിട്ടിയില്ല. എന്തായാലും ഒരു എൻക്വയറി വന്നിരുന്നു, അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു എൻക്വയറി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു വേരിയൻറ്റ്, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ്. നമുക്കതിൻ്റെ അകത്ത് ഹാലജൻ ബൾബ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ പ്രൊജക്ടർ വേണമെങ്കിൽ മാറ്റി വയ്ക്കാനും അല്ലെങ്കിൽ HID ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് പോസിബിളാണ്. പക്ഷേ ഒരു ടോപ്പ് എൻഡിൽ വരുന്ന ഇപ്പോൾ ഇറങ്ങുന്ന പല വാഹനങ്ങളിലും ഫുൾ LED യൂണിറ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു അപ്ഗ്രേഡ് പോസിബിൾ അല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ പുതിയ വീഡിയോസ് ഞാൻ കഴിയുന്നതും നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടി നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.